ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കട്ടത്തക്കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ പെണ്ണവിടെ പറയാണ്, എൻ്റെ രണ്ടാം വിവാഹമാണിത്. ആദ്യത്തത് ഡിവോഴ്സ് ആകാൻ വേണ്ടി അപേക്ഷിച്ചിരിക്കുകയാണെന്ന് പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നികേഷ് ആണെങ്കിൽ ഡിവോഴ്സ് ആകാൻ വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നു. എന്താ ഏട്ടത്തിക്ക് ഈ പെണ്ണിങ്ങനെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ നികേഷേ. അപ്പോഴേക്കും പെണ്ണിൻ്റെ അച്ഛനും അമ്മയും കൂടി പറയാം, ആദ്യം അവളുടെ കല്യാണം കഴിഞ്ഞതാണ്, അതൊക്കെ ഓക്കെ തന്നെ. അയാളുടെ ഒപ്പം ഒരു 5-6 വർഷം താമസിക്കുകയും ചെയ്തു. 6 വർഷം എൻ്റെ കുട്ടി വളരെയേറെ ബുദ്ധിമുട്ടിയും വളരെ ദുഃഖം അനുഭവിച്ച് തന്നെയാണ് അവൻ്റെ കൂടെ കഴിഞ്ഞത്. ലാസ്റ്റ് സഹി കെട്ടിട്ടാണ് ഞാൻ അവളെ ഞങ്ങളുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത്. ഞങ്ങളോടൊപ്പം ഒരു 3 വർഷം അവൾ താമസിച്ചു. ഇപ്പോഴാണ് അവൾക്കൊരു ഇങ്ങനത്തെ ഒരു അലിഗൻസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ലതാണെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ കാണാൻ വേണ്ടി വന്നതും എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനൊക്കെ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ്. എടാ സുഭാഷേ, എന്താണ് സുഭാഷേ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പെണ്ണ് പറയാം, അത് ഞാൻ സുഭാഷിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണല്ലോ. അതെ അതെ, എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണച്ചാ എന്ന് സുഭാഷ് പറയാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണെന്നോ? എന്നിട്ട് നീ ഇതൊക്കെ ഒത്തു നിൽക്കുകയാണല്ലോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അതെ, സകല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പം നിധിയാണെങ്കിൽ അയ്യോ സോറി കേട്ടോ സുഭാഷ് ഏട്ടൻ, ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ആകാംക്ഷയോടുകൂടി തന്നെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുധീഷൊക്കെ ആണെങ്കിൽ, ചേട്ടാ 6 വർഷമേ 6 വർഷം ചെക്കൻ്റെ ഒപ്പം താമസിച്ചു, 3 വർഷം പെണ്ണിൻ്റെ വീട്ടിൽ താമസിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 9 വർഷമായില്ലേ? അപ്പോൾ ഈ പെണ്ണിന് എന്ത് പ്രായം കാണും? എടാ നല്ല പ്രായമുണ്ട്, അത് കണ്ടാലേ അറിയാലോ, മുഖത്ത് നല്ല പ്രായമുണ്ട്, അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുക തന്നെ ചെയ്യുന്നു സുധീഷ് പറയാണ്. അപ്പം അച്ഛൻ ചോദിക്കണം, അല്ല കുട്ടി മോൾക്ക് എത്ര വയസ്സായി? എനിക്ക് 35 വയസ്സായി. 35 വയസ്സോ? അതെ, എനിക്ക് 35 വയസ്സായെന്ന് പറയാം. ഇതെല്ലാം കേട്ട സുഭാഷ് തലയും കുനിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. 35 വയസ്സായോ? അതും ഞാൻ സുഭാഷിനോട് പറഞ്ഞതാ, എൻ്റെ പ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ എൻ്റെ സാഹചര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞതാ. അപ്പം സുഭാഷ് അതിനെല്ലാത്തിനും ഓക്കെ പറഞ്ഞതാണല്ലോ. അത് ശരി, ഓക്കെ പറഞ്ഞതാണല്ലേ? അപ്പോഴേക്കും അല്ല, ഡിവോഴ്സ് ആകാനേ ഇനിയും 3 മാസം ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്ക് അടുത്തൊരു മുഹൂർത്തം നോക്കി നിശ്ചയം അങ്ങോട്ട് നടത്തി വെക്കാം. ഈ വെള്ളിയാഴ്ച തന്നെ നമുക്ക് നിശ്ചയം നടത്തിയാലോ? എന്തു പറയുന്നു എന്ന് ചോദിക്കുകയാണ്. ഭാസ്കര എന്തു പറയുന്നു? ബ്രോക്കർ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ ഞാൻ എന്ത് പറയാൻ, എന്നോട് ആരെങ്കിലും ചോദിച്ചിട്ടാണോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്? ഇത്ര നേരം എന്നോട് ചോദിച്ചിട്ടാണല്ലോ ആരും ഒന്നും ചെയ്തത്, അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാസ്കരൻ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അപ്പോൾ ഭാസ്കരൻ അവിടെ നിന്ന് എണീറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും സുഭാഷ് പറയാണ്, അച്ഛൻ അങ്ങനെ പെരുമാറിയിൽ നിന്ന് നിങ്ങളൊന്നും വിചാരിക്കണ്ട, കാരണം അച്ഛൻ അങ്ങനെയാണ്, ഒരു പ്രത്യേക ടൈപ്പാണെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കണ്ട എന്ന് പറയാണ്. അതൊന്നും കുഴപ്പമില്ല. ഏതായാലും എന്താ സുഭാഷ് പറ, നിശ്ചയം നടത്താവോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതിനെന്താ, ഈ വെള്ളിയാഴ്ച തന്നെ നമുക്ക് നിശ്ചയം നടത്തി കളഞ്ഞേക്കാമെന്ന് സുഭാഷും പറയാണ്. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ, എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? എല്ലാം ഓക്കെയാണ്, നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് പറയാം. അങ്ങനെ പെണ്ണും ഈ ചെറുക്കൻ്റെ മുഖത്തോക്കി യാത്രയും പറഞ്ഞിട്ട് നേരെ ഇറങ്ങുകയാണ്. സുഭാഷ് ആണെങ്കിൽ നേരെ അവരും പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്യാണ്. ചെറിയൊരു പുഞ്ചിരിയൊക്കെ നമ്മുടെ സുഭാഷിൻ്റെ മുഖത്ത് ഉണ്ട് താനും. അങ്ങനെ സുഭാഷ് എല്ലാം കഴിഞ്ഞ് നേരെ അകത്തേക്ക് കയറി ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും സുധീഷ്, ചേട്ടനോട് നിന്നേ, എടാ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. വെള്ളം കുടിക്കലൊക്കെ പിന്നെ ഞങ്ങൾ ചോദിക്കാനുള്ള മറുപടി പറഞ്ഞിട്ട് ചേട്ടൻ പോയാൽ മതി. ചേട്ടൻ എന്ത് ഭാവിച്ചാണ് ഒരു 2ാം കെട്ട് പെണ്ണിനെയാണോ ചേട്ടൻ കല്യാണം കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹരീഷും പറയുകയാണ്, അതെ ചേട്ടൻ വേറൊരു ബന്ധവും കിട്ടിയില്ല, ചേട്ടന് എന്തായാലും ചേട്ടാ ഈ പെണ്ണിനെ കാണാൻ പോയതും അതും ചേട്ടനെക്കാലം പ്രായത്തിന് മൂത്തത് എന്താ ചേട്ടാ ഇതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, എടാ 2ാം കെട്ട് ഡിവോഴ്സ് ആയ ആൾക്കാർക്കൊന്നും കല്യാണം കഴിക്കാനായിട്ട് പറ്റില്ലേ ചേട്ടാ? അതൊക്കെ ഓക്കെയാണ്, പക്ഷെ ചേട്ടന് 2ാം കെട്ട് ആയിരുന്നെങ്കിലും ഒന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് ആ പെണ്ണ് 2ാം കെട്ടുമാണ്, അതും ചേട്ടനെക്കാലം മൂത്തല്ലേ? എന്നെക്കാലം ഒരു 3 വയസ്സിന് മൂത്തല്ലേ എന്നല്ലേ ഉള്ളൂ. അതൊക്കെ ഒന്നും സാരമില്ല, അത് സാരമുണ്ട് ചേട്ടാ, ചേട്ടന് ഇതൊന്നും ചേരും ചേട്ടാ. ഇത്രയും നാൾ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിന്നാലെ നടക്കാറുന്നില്ലേ? ഇപ്പോൾ കല്യാണം ഒത്തു വന്നു കഴിഞ്ഞപ്പോഴേക്ക് നിങ്ങൾ ഇങ്ങനെയാണോ പറയുന്നത്? ഞങ്ങൾ സുഭാഷേൻ്റെ കല്യാണം നടന്നു കാണണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു കാര്യമാണോ ചേട്ടാ? ഇതൊക്കെ സമ്മതിക്കാനൊക്കെ പറ്റും ചേട്ടാ, ഉൾക്കൊള്ളാനായിട്ട് പറ്റും ചേട്ടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെന്താണ് കുഴപ്പം?
ആ പെണ്ണ് രണ്ടാം ഘട്ടമായതോ അതാണോ കുഴപ്പം? അല്ലെങ്കിൽ എന്നെക്കാലം പ്രായം കൂടിപ്പോയതോ അതാണോ കുഴപ്പം? എടാ ഇതൊന്നും എനിക്ക് വല്ലാത്ത പ്രശ്നമല്ല. അപ്പോഴേക്കും നിധിയാണെങ്കിൽ ശരി സുഭാഷ് ഏട്ടൻ പറയുന്നതോട് ഞങ്ങൾ ഒത്തുപോകുന്നു. രണ്ടാം ഘട്ട് ശരി, അതൊക്കെ അതൊക്കെ എല്ലാം ഓരോരുത്തരുടെ വ്യക്തിയുടെ ഇഷ്ടമാണല്ലോ. പ്രായം കൂടുതൽ അതും ഞങ്ങൾ വകവയ്ക്കുന്നില്ല. പക്ഷേ അവർ പറഞ്ഞതില്ലേ, അവരത്ര നല്ലവരായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല സുഭാഷ് ഏട്ടാ. കാരണം പിടിയുന്ന നിശ്ചയം നടത്തി വെക്കണമെന്ന്. ഡിവോഴ്സ് പോലും കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പ് തന്നെ നിശ്ചയം നടത്തി വെക്കണമെന്ന് അവർ പറയുന്നത്. അവരുടെ ആ പറച്ചില് എന്തൊക്കെയോ പിടിയുന്ന നടക്കണം എന്നുള്ള രീതിയിലല്ലേ കാണിച്ചു കൂട്ടുന്നത്. ഇത് കേട്ടാ നികേഷും ഹരീഷും അതേപോലെ തന്നെ സുഭാഷൊക്കെ ആണെങ്കിൽ അതെ ആ ഒരു സംശയം ഉണ്ടല്ലോ. അങ്ങനെയാണല്ലോ, അവരെന്തിനാ പെട്ടെന്ന് തന്നെ നിശ്ചയം നടത്തി വെക്കണമെന്ന് പറഞ്ഞത്? സുഭാഷ് ഏട്ടാ, നമുക്ക് ആ പെണ്ണിനെ കുറിച്ച് ശരിക്കും അറിയില്ല. ആ പെണ്ണിൻ്റെ വീട്ടുകാരെ കുറിച്ചോ വീട്ടിലുള്ളവരെ കുറിച്ചോ ഒന്നും അറിയില്ല. പിന്നെ എന്തിനാ ആ പെണ്ണ് ധൃതി പിടിച്ച് ഇതെല്ലാം തീരുമാനിക്കുന്നത്? അത് അവർ പറഞ്ഞതാണല്ലോ മോളെ. അവർക്ക് ആ ഒരു സമയം നല്ല സമയമാണ്, അതുകൊണ്ടാണ് ആ നിശ്ചയം നടത്താൻ പോകുന്നതെന്ന്. ദേട്ടാ ഹരീഷ്, ഓ അത് ശരി. അപ്പോൾ ഈ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല സമയങ്ങളൊന്നുമില്ല, എല്ലാം ദോഷ സമയങ്ങളായിരിക്കും. അതാണ് സുഭാഷ് ഏട്ടൻ പറഞ്ഞു വരുന്നത്. എടാ ഹരീഷ്, നിനക്കിപ്പോൾ എന്താടാ കല്യാണം കഴിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ നടന്ന് ഇപ്പോൾ കല്യാണമൊക്കെ ഒത്തു വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ കിടന്ന് സംസാരിക്കാനായിട്ട് നിൽക്കരുത്. എനിക്കതിൽ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ശരി സുഭാഷ് ഏട്ടന് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നതിനുള്ള മറുപടി പറ സുഭാഷ് ഏട്ടാ. നമുക്ക് ആ വീട്ടുകാരെ കുറിച്ച് അറിയില്ല. പെട്ടെന്ന് തന്നെ പെണ്ണ് വീട്ടുകാർ വന്ന് ചെക്കനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നു. എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണത്. എന്നിട്ട് ഉടനെ തന്നെ നിശ്ചയം നടത്തി വെക്കണമെന്ന് പറയുന്നു. ഇവരെന്തിനിങ്ങനെ ധൃതി കൂട്ടുന്നത്? ആ കുടുംബക്കാരെ കണ്ടാലറിയാൻ പക്ക ഫ്രോഡാണെന്നട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതൊന്നും സാരമില്ല, നമ്മൾ എല്ലാം അറിഞ്ഞതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അച്ഛൻ ഭാസ്കരന് ദേഷ്യം വരിക. ഭാസ്കരന് ഓടി വന്നിട്ട് പറയണം, നിനക്ക് എന്താണ് ചെറുക്ക? നിനക്ക് എന്തിൻ്റെ കേടുണ്ടായിട്ടാണ്? നിനക്ക് എന്തിൻ്റെ കുറവുണ്ടായിട്ടാടാ? നീ എന്തിനാണ് എടാ? ആ പെണ്ണിൻ്റെ ഒരു അച്ഛനും അമ്മയും എല്ലാത്തിനെയും കണ്ടിട്ട് തനി ഫ്രോഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എടാ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ ഒരുപാട് ജീവിതം കണ്ടിട്ടുള്ളവനാ, ഒരുപാട് ലോകം കണ്ടിട്ടുള്ളവനാ. അതുകൊണ്ടാണ് പറയുന്നത് സുഭാഷേ, നിൻ്റെ ജീവിതം നീ നോക്കണം, നിൻ്റെ ലൈഫ് നീ സമ്മതിക്കാൻ നിൽക്കരുത്. അവരത്ര നല്ല കൂട്ടരാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു ഡിവോഴ്സ് കഴിയട്ടെ, അതിനുശേഷം നമുക്ക് നിശ്ചയവും കല്യാണമൊക്കെ നടത്തി വെക്കാമെന്ന്. പക്ഷെ ഇവരങ്ങനെയല്ല പറയുന്നത്. മൂന്ന് മാസം പിടിക്കും ഡിവോഴ്സ് ആകാനായിട്ട്, അതിനു മുമ്പ് തന്നെ നിശ്ചയം നടത്തണമെന്ന്. എന്തിനവരങ്ങനെ പറയുന്നത് സുഭാഷേ? അച്ഛനിപ്പോൾ എന്താ വേണ്ടത്? ഇതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അച്ഛൻ ഇതിലേക്ക് ഇടപെടാൻ നിൽക്കണ്ട. എനിക്കിതിന് കുഴപ്പമില്ല, എനിക്ക് ഈ ബന്ധത്തോട് ഒരു താല്പര്യക്കുറവുമില്ല. ഞാൻ ഈ ബന്ധത്തോട് ഒത്തുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നിന്നോടൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, എത്ര പറഞ്ഞാലും നിൻ്റെ ചെവിയിൽ ഒന്നും കയറില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയാനുമില്ല എന്ന് പറഞ്ഞോട് അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ സുഭാഷും നികേഷൊക്കെ ഹരീഷൊക്കെ വരികയാണ്. സുഭാഷ് ഏട്ടൻ ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട്, എനിക്കൊന്നും ആലോചിക്കാനില്ല, ഈ നിശ്ചയം എത്രയും പെട്ടെന്ന് നടക്കും, ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കും, അതാണ് പിന്നെ എൻ്റെ ആഗ്രഹം. അതേപോലെ തന്നെ നടക്കട്ടേന്നേ, ഇനി അതിൽ ആരും എതിരഭിപ്രായം പറയേണ്ട ഒരാവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് പോവാണ്. അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നിധിയും സുധീഷും ഹരീഷും നികേഷൊക്കെ ആകെ സങ്കടപ്പെട്ടിരിക്കാം. എന്നാലും ഈ സുഭാഷ് ഏട്ടൻ ഇത് എന്താ പറ്റിയത്? ഒരു രണ്ടാം കെട്ടുകാരി, അതുമാത്രമല്ല ആ വീട്ടുകാരെ കുറിച്ചൊന്നും അറിയാനും പാടില്ല, ആകെ വല്ലാത്തൊരവസ്ഥയിലായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ സുധീഷാണെങ്കിൽ ഞാനേ ഒന്ന് പുറത്തേക്കൊന്ന് പോയിട്ട് വരാം, എനിക്കിവിടെ ഇരുന്നിട്ട് ഒരു മനസ്സമാധാനമില്ല സുധീഷ് ഏട്ടാ, എങ്കിൽ പിന്നെ ഞാനും വരാം, എന്തിനെവിടെ ഇരുന്നിട്ട് ആകെ മനുഷ്യൻ്റെ മൂഡ് കളയാൻ വേണ്ടി, എങ്കിൽ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇറങ്ങിപ്പോവാണ്. ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും നിധി പറയുകയാണ്, അതെ നികേഷേ, നമുക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയാലോ? വേണ്ട, എനിക്ക് വിശപ്പൊന്നും ഇല്ല എൻ്റെ ഏട്ടത്തി. ശരി, നമുക്ക് വിശപ്പില്ലെങ്കിലും സുഭാഷ് ഏട്ടൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തേ മതിയാവുള്ളൂ. നമ്മളിങ്ങനെ ഓരോ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സുഭാഷ് ഏട്ടന് ആകെ സങ്കടമാണ്. അപ്പോൾ ആ സങ്കടത്തിൽ ഇനി സുഭാഷ് ഏട്ടനെ കൊണ്ടൊന്നും ഉണ്ടാപ്പിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഏതായാലും പോയി എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് നിധിയും നികേഷും കൂടി അടുക്കളയിലേക്ക് കയറി പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നിധി രാവിലെ എണീറ്റ് ചായയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ സുഭാഷ് വന്നു കഴിഞ്ഞപ്പോഴേക്കും, ആഹാ മോള് രാവിലെ എണീറ്റ് ചായയൊക്കെ ഉണ്ടാക്കിയല്ലോ സുഭാഷ് ഏട്ടാ, എന്നാൽ ചായ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. ചായ കുടിച്ചിട്ടും കൊള്ളാം, സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയാണ്. സുഭാഷ് ഏട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ സുഭാഷ് ഏട്ടാ, തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്.
ഞാൻ ആ ഒരു അർത്ഥത്തിൽ പറയുന്നതല്ല സുഭാഷേട്ടാ. പക്ഷെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം സുഭാഷേട്ടന് പറയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ് സുഭാഷേട്ടാ. എന്താ മോൾക്ക് എന്താ പറയാനുള്ളത്? അല്ല, സത്യസന്ധമായ വാക്കുകൾ എന്നോട് പറയണേ. സുഭാഷേട്ടൻ മനസ്സുകൊണ്ട് അറിഞ്ഞു തന്നെയാണ് ഈ കല്യാണത്തിന് തീരുമാനിച്ചിരിക്കുന്നത്. സന്തോഷമാണോ? സുഭാഷേട്ടൻ്റെ മനസ്സുകൊണ്ട് എല്ലാം കൊണ്ട് ഓക്കെയാണോ ഈ കല്യാണത്തിന്? അതെന്താ മോളെ അങ്ങനെ ഒരു ചോദ്യം? എനിക്ക് ഓക്കെയാ മോളെ, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. എന്തിനാണ് ഞാൻ കുഴപ്പം പിടിക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അല്ല സുഭാഷേട്ടാ, നമ്മളേതായാലും പെണ്ണിൻ്റെ വീട്ടുകാരെ ഒന്നും കണ്ടിട്ടില്ല, അവിടെ പോയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ സുഭാഷേട്ടനോട് ചോദിക്കുന്നത്. അല്ല മോളെ, മോളെന്താ അങ്ങനെ പറയാനുള്ള കാരണം? ആ പെണ്ണ് രണ്ടാം ഘട്ടമായതുകൊണ്ടോ? അല്ലെ എന്നെക്കാലം പ്രായം കൂടിപ്പോയതുകൊണ്ട്? അയ്യോ അല്ല സുഭാഷേട്ടാ, അങ്ങനെയൊന്നുമല്ല. ഇപ്പം രണ്ടാം ഘട്ടമാണെങ്കിലും ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ, അതൊക്കെ അവരുടെ പേഴ്സണലായ മാറ്റർ, അവർ ആരെ കല്യാണം കഴിക്കണം എന്നൊക്കെ. പിന്നെ പ്രായ കൂടുതലും അതും ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ആരെ കല്യാണം കഴിക്കണം, എത്ര പ്രായമുള്ളവരെ കല്യാണം കഴിക്കണം എന്നൊക്കെ. പക്ഷേ ഞാൻ അതല്ല പറഞ്ഞു വരുന്നത്. നമുക്ക് ഇവരെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ. സുഭാഷേട്ടന് എന്തെങ്കിലും ഒരു ആപത്ത് വരുന്നത് ഈ കുടുംബത്തിലുള്ള ആർക്കും ഒന്നും സഹിക്കാനായിട്ട് പറ്റില്ല. സുഭാഷേട്ടൻ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടെയാണ് താമസിക്കേണ്ടതെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അനിയന്മാരെ വിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും വരില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞ കാര്യം. എന്നിട്ട് ആ പെണ്ണെന്ത് പറഞ്ഞു? ആ പെണ്ണ് ഓക്കെ പറഞ്ഞു. ശരി, സമ്മതം മോളെ. അതുകൊണ്ടല്ലേ ഈ വീട്ടിൽ വന്നപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചായിരുന്നോ? ഇല്ലല്ലോ, അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ആ പെണ്ണിന് സമ്മതമാണ് മോളെ. അല്ല സുഭാഷേട്ടാ, സുഭാഷേട്ടനെ ആ പെണ്ണിനെ കണ്ട് നേരെ സംസാരിച്ചു എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ എത്ര നേരം സംസാരിച്ചു? ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. എന്നാലും എത്ര നേരം? ഒരു അരമണിക്കൂർ സംസാരിച്ചു. അരമണിക്കൂർ സംസാരിച്ചുള്ളോ? അതുകൊണ്ട് രണ്ടുപേരും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയോ? അതൊക്കെ തന്നെ ധാരാളമല്ലേ മോളെ. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്തു, അവസാനിപ്പിക്കുകയും ചെയ്തു. പോരാ സുഭാഷേട്ടാ, സുഭാഷേട്ടൻ ആ പെണ്ണിനോട് സംസാരിക്കണം. എനിക്ക് തന്നെ ഇപ്പോൾ ഇത്രയും ഡൗട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ എന്തോരം സംസാരിക്കാനുണ്ടാവും? സുഭാഷേട്ടൻ്റെ ഭാര്യയാകാൻ പോകുന്ന പെണ്ണല്ലേ അത്. അപ്പോൾ പിന്നെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണ്ടേ, മനസ്സുറന്ന് സംസാരിക്കണ്ടേ? നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും അങ്ങനെ ഒരുപാടായ കാര്യങ്ങൾ. ഉറപ്പായിട്ട് സുഭാഷേട്ടൻ വിളിക്കണം എന്ന് പറയണം. ശരി മോളെ, ഞാൻ വിളിച്ചോളാം. ഞാൻ പറഞ്ഞതൊന്നും തെറ്റായിട്ട് സുഭാഷേട്ടൻ എടുക്കരുത് കേട്ടോ. ഇല്ലെന്നേ, ഞാൻ തെറ്റായിട്ടൊന്നും എടുക്കില്ല. മോള് ചെല്ലേ. ശരി എങ്കിൽ പിന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിധി പോവുക. അങ്ങനെ നിധി ഒരുങ്ങിയൊക്കെ വരികയാണ്. നിധി സ്കൂട്ടർ തുടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സുധീഷ് വന്നിട്ട് എന്താണ് സ്കൂട്ടറൊക്കെ തുടക്കുന്നത്? എന്ത് പറ്റി നിധി എന്താ സ്കൂട്ടറൊക്കെ തുടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സ്കൂട്ടറായിട്ട് പോകുന്നു. സ്കൂട്ടറായിട്ടാണോ പോകുന്നത്? അല്ല, നിധിയല്ലേ പറഞ്ഞത് വണ്ടി ഓടിക്കാൻ, വണ്ടി റോഡിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ വലിയ വലിയ വണ്ടികളാണ്, അതുകൊണ്ട് ഓടിക്കാനായിട്ട് പേടിയാന്ന്. എന്ന് വിചാരിച്ച് എപ്പോഴും വണ്ടി മൂടിയിട്ടിരിക്കാൻ പറ്റുമോ? ഓടിക്കേണ്ട വല്ലപ്പോഴൊക്കെ എടുത്ത്. അതോടിക്കണം. അപ്പം എനിക്ക് ഇന്ന് സ്കൂട്ടറിൽ പോകാനായിട്ടാണ് തോന്നിയത്, അതുകൊണ്ട് ഞാൻ ഇന്ന് ബസ്സിൽ പോകണില്ല. അങ്ങനെ, ആയിക്കോട്ടെ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ നിധിയാണെങ്കിൽ അത് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക, അപ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല. ഇത് കണ്ട സുധീഷിന് ചിരി വരികയാണ്. എന്താ നിധി, ഞാൻ സഹായിക്കണോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ വേണ്ടായേ, സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ അങ്ങോട്ട് മാറിയുന്നുണ്ടേ എന്ന് പറഞ്ഞപ്പോഴേക്ക് വീണ്ടും സ്റ്റാർട്ടാവുന്ന ഒരു പ്രശ്നവുമില്ല. എന്താ നിധി, സ്റ്റാർട്ടാവുന്നില്ലേ? ഞാൻ സ്റ്റാർട്ടായിക്കോളാം. അല്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോകുന്നേ, ബസ് കയറ്റി വിടുകയോ ഓട്ടോറിക്ഷ കയറ്റി വിടുകയോ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അയ്യോ വേണ്ട, ഞാൻ ഇതെങ്ങനെയെങ്കിലും സ്റ്റാർട്ടാക്കിക്കോളാം. അങ്ങനെ നിധി പുറത്തേക്ക് ഇറങ്ങിയിട്ട് സ്കൂട്ടറിൻ്റെ ആ ഒരു ഹാൻഡിൽ പിടിച്ച് ഇങ്ങനെ സ്റ്റാർട്ടാക്കുകയാണ്. അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്ക് സ്റ്റാർട്ടാകുകയും ചെയ്യണം. സ്റ്റാർട്ടായി. എങ്കിൽ പിന്നെ ഞാൻ കൊണ്ട് വിടും നിധി. വേണ്ടെന്ന് പറഞ്ഞില്ല, എടുത്താൽ തൻ്റെ പാട് നോക്കിയപ്പോൾ എടുത്തു. വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ. അല്ല നിധി, ഈ ഷർട്ട് എങ്ങനെയുണ്ട് നിധി? ഷർട്ടോ? അല്ല ഗായത്രി, അല്ല ഗായുവിനെ കാണാൻ പോവാണല്ലോ, അപ്പോൾ ഗായുവിന് ഈ ഷർട്ട് ഇഷ്ടപ്പെടുമോ നിധി? അയ്യോ, നിങ്ങളുടെ ഗായുവിന് ഇഷ്ടപ്പെടുമെന്ന് ഗായുവിനോട് പോയി ചോദിക്കേ, അല്ലാതെ എന്നോടല്ല ചോദിക്കേണ്ടത്. പറഞ്ഞ് മനസ്സിലായില്ലേ? അല്ല നിധിക്ക് എന്താണിപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകാനുള്ളൊരു മടി? അവിടെ കുറേ വായ നോക്കികളുണ്ട്, കുറേ നാറികൾ. അവരെ കാണണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം സുധീഷ് മനസ്സിൽ ചിന്തിക്കണം, എന്നെക്കുറിച്ച് തന്നെയാണ് ഇവള് പറയുന്നത്. എന്നാലും ഓക്കെ കുഴപ്പമില്ല. അല്ല, ഈ വായ നോക്കി നാറികൾ ആരാണ്? അത് അലവലാദികൾ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പാടില്ലേ ആരാണെന്ന്? അത് ശരി, എങ്കിൽ പിന്നെ ഞാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് നിധി വണ്ടി എടുത്തിട്ട് പോവാണ്. നിധിയുടെ പിന്നാലെ സുധീഷും പോവുകയാണ്. അപ്പോൾ നിധിയുടെ ഒപ്പം തന്നെ എത്തുകയാണ്. നിങ്ങൾക്ക് എന്താ, നിങ്ങൾ തന്നെ എൻ്റെ ഒപ്പം വരുന്നത്? അല്ല, ഞാൻ നിധിയോടൊപ്പം ഒരു കമ്പനി തരാൻ വേണ്ടി. വേണ്ട,
അങ്ങനെ എനിക്കൊരു കമ്പനിയുടെ ആവശ്യമില്ല. നിങ്ങളുടെ ബൈക്കിന് സ്പീഡ് ഉണ്ടല്ലോ, നിങ്ങൾ മുന്നോട്ട് പോകാൻ നോക്കിയേ. എനിക്ക് മുന്നിലും ബാക്കിലും നടക്കാനല്ല ഇഷ്ടം, ഒപ്പം നടക്കാനാണ് ഇഷ്ടം. എന്താ 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 അല്ല, എനിക്കങ്ങനെ മുന്നിലോട്ട് പോകേണ്ട, വേണമെങ്കിൽ ഞാൻ ബാക്കിൽ കൂടി നടക്കാമെന്നാണ് പറഞ്ഞത്. വേണ്ട, നിങ്ങളെ മുന്നിലൂടെ ബൈക്ക് എടുത്തിട്ട് പെട്ടെന്ന് പോകാൻ നോക്കൂ, ചുമ്മാ ശല്യപ്പെടുത്താൻ വേണ്ടി എന്ന് പറയുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ ബൈ.